പ്രധാനപ്പെട്ട വിജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഒറ്റക്കെട്ട്, കാരണം പറഞ്ഞാൽ യൂണിഫൈഡ് കേരളം നിക്ഷേപകരെ സ്വാഗതം ചെയ്യുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻറ്റ് ഇതിൻ്റെന്നുള്ളത്. രണ്ട്, കേരളം വിസിബിളായി, വ്യവസായങ്ങൾക്ക് പറ്റുന്ന നാടാണ് എന്നതിൽ ഒരേ സമീപനത്തിലേക്ക് സംരംഭകരെത്തി. ഇപ്പോൾ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ അല്ല പറയുക ഇത് സംരംഭകത്തിന് അനുകൂലമാണോ എന്നുള്ളത്, അത് സംരംഭകരാണ് നേരിട്ട് പറയേണ്ടത്. അപ്പോൾ സംരംഭകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പറയുന്നു ഇത് ഏറ്റവും നല്ല സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ല അച്ചീവ്മെൻ്റായിട്ട് നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ 1.5 ലക്ഷത്തിലധികം കോടി രൂപയുടെ UEകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തൊരാഴ്ച അതിന്മേൽ വർക്ക് ചെയ്യേണ്ടി വരും. ഓരോ EOയും ഏത് സ്വഭാവത്തിലുള്ളതാണ്, എത്രമാത്രം റിയലിസ്റ്റിക് ആക്കാൻ കഴിയും, അങ്ങനെയുള്ള ഒരു വിശദമായ പഠനത്തിന് ശേഷം ഉടൻ തുടങ്ങാൻ പറ്റുന്നത്, ഒരു 6 മാസത്തിൽ തുടങ്ങാൻ പറ്റുന്നത്, ചിലപ്പോൾ 1 വർഷം കൊണ്ട് മാത്രം തുടങ്ങാൻ പറ്റുന്നതുണ്ടാകും. ഭൂമിയുടെ സ്വഭാവം എങ്ങനെയാണ്, അതൊരു വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. EOE കിട്ടിയതിന് ശേഷം ആ പരിശോധന നടത്തും. അപ്പോൾ അതിലേതെങ്കിലും നമ്മൾ കാണുന്നത് റിയലിസ്റ്റിക് അല്ലാത്ത സ്വഭാവത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനകത്ത് മാറ്റും. എന്നിട്ടായിരിക്കും ഡാഷ്ബോർഡിലേക്ക് ക്രമീകരിക്കുക. ഇപ്പോൾ വന്നിട്ടുള്ളതിൽ ചർച്ചകളിലൂടെ എല്ലാം കണ്ടും കുറേ കൂടി നമ്മുടെ സെക്ടർ വൈസ് റോഡ് ഷോ അങ്ങനെ അതിലെല്ലാം വന്ന EOEകളെല്ലാം തന്നെ നേരത്തെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വന്നിട്ടുള്ളത് ഒന്നുകൂടി ക്രോസ് വെരിഫിക്കേഷൻ നടത്താനുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾ ഇപ്പോൾ ഇതാണോ നോക്കിയിട്ട് നമ്മൾ അവരുടെ ഒരു ഉത്സാഹത്തെ തടയാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ അത്തരത്തിലുള്ള EOE ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം EOEകൾ എടുത്തിട്ടുണ്ട്. ചിലത് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല, താല്പര്യം, അങ്ങനെയുള്ള ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാക്കിയിട്ടില്ല. അപ്പോൾ അത് ഒരു പരിശോധന കൂടി നടത്തും. അതിനുശേഷം ഒരു കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കും. കേരളമാകെ സംതൃപ്തിയിലാണ്. ഇത് നമ്മൾ ഒരാളുടെ ഇതല്ലല്ലോ. അതിനകത്ത് ഇപ്പോൾ എല്ലാ സംഘടനകളും, ഇപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ സംരംഭകരുടെ എല്ലാ സംഘടന, CII, FICCI, KSSIA, അതുപോലെ നമ്മുടെ അസോച്ചം, ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ സംഘടന, ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, മുഖ്യമന്ത്രി 2 ദിവസം വരുന്നു, കേന്ദ്രമന്ത്രിമാർ വരുന്നു, മറ്റു മന്ത്രിമാർ വരുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ പ്രതിപക്ഷം നേതാവ് വരുന്നു, ഉപപ്രതിപക്ഷ നേതാവ്, MLAമാർ വരുന്നു. ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ്, അതാണല്ലോ പ്രധാനം. ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ 3 വർഷം കൊണ്ട് എടുക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ 2016 മുതൽ തുടങ്ങിയതിൻ്റെ തുടർച്ചയായിരുന്നു. നമുക്കതെല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഒറ്റക്കെട്ടായി കേരളം വരുന്നു. ഇതാണ് ഈ സമ്മിറ്റ് നൽകുന്ന ഏറ്റവും പ്രധാന സന്ദേശം. ഇത് ചിലപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നാളെ എത്രയാണെന്ന് ചോദിക്കരുത്, കുറച്ച് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. അതിൽ ഒരു പ്രധാന ഘട്ടം നമ്മൾ മറികടന്നിരിക്കുന്നു. അതിപ്പോൾ നമ്മൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കും, ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും. അപ്പോൾ EOE ഒപ്പിട്ടവർക്ക് ഓരോ ദിവസം സ്റ്റാറ്റസ് അറിയാൻ കഴിയും. അവർക്ക് വേണ്ടി നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തും. ഞങ്ങളിതൊരു 5 6 അല്ലെങ്കിൽ 4 5 ഗ്രൂപ്പാക്കി തിരിക്കും. അതിനടിസ്ഥാനപ്പെടുത്തി ടീം ഓരോ ഗ്രൂപ്പിലുണ്ടാവും. ആ കാറ്റഗറി വരുമ്പോൾ അത് ഏത് സ്വഭാവത്തിൽ വേണമെന്ന് ഇപ്പോൾ ഈ അടുത്ത ആഴ്ച ഇരിക്കുന്നിട്ട് ഞങ്ങൾ ഫൈനലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ റിയലിസ്റ്റിക് ആക്കുമ്പോൾ അതിനുള്ള വളരെ പ്രൊഫഷണലായിട്ടൊരു സംവിധാനം ഉണ്ടായിരിക്കും. അതാണ് അത് വന്ന എല്ലാവരും അത് അഭിപ്രായപ്പെട്ടു. അത് മാത്രമല്ല, ഇപ്പോൾ കൃഷ്ണപിള്ള പറഞ്ഞില്ലേ, പത്മഭൂഷൺ, അദ്ദേഹം ഇതുവരെ പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റാണെന്ന് അദ്ദേഹത്തെ പോലെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കുള്ള വലിയ അംഗീകാരമാണ്, കേരളത്തിലുള്ള അംഗീകാരമാണ്. നമ്മൾ ഈ നടത്തിയ ഒരു 3 വർഷത്തെ പ്രിപ്പറേഷനാണ് ഈ മീറ്റിനുള്ളത്. നിയമങ്ങൾ മാറ്റുന്നു, ചട്ടങ്ങൾ മാറ്റുന്നു, അതുപോലെ സിംപ്ലിഫൈ ചെയ്യുന്നു, ടെക്നോളജി ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ 5000-ഓളം സംരംഭകരെ നേരിട്ട് കാണുന്നു, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു, അതോടുകൂടി പോളിസിയിലേക്ക് എത്തുന്നു, പോളിസിക്ക് ശേഷം സബ് പോളിസിയിലേക്ക് എത്തുന്നു. പിന്നെ നമ്മൾ കോൺക്ലേവ്, റോഡ് ഷോ, അതുപോലെ റൗണ്ട് ടേബിൾ, ഇങ്ങനെയുള്ള എല്ലാം നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു വർക്കിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലൊരു സബ്മിറ്റും ഇങ്ങനെ നടന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ഏതെങ്കിലും പ്രൊഫഷണൽ ഏജൻസികളെ സാധാരണ എല്ലാവരും ഏൽപ്പിക്കുക. നമ്മളിപ്പോൾ ചിലതിനെല്ലാം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരുടെ സഹായം തേടേണ്ടി വരുമായിരിക്കും. പക്ഷേ മൊത്തത്തിൽ ഇവൻ്റ് പ്രൊഫഷണൽ ഏജൻസികൾ, ഇപ്പോൾ നമ്മൾ ദാവോസിൽ ചെന്നാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ വന്നത് ഒരു ഏജൻസി ഏൽപ്പിച്ചാൽ ഇത്ര MOU അവർ ഉപയോഗിക്കും, അതിന് നമ്മൾ ഇത്ര പൈസയാണ് കൊടുക്കേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു രീതിയിലല്ല. പ്രൊഫഷണൽ ഏജൻസികളെ ആ മേഖലയിൽ ചിലപ്പോൾ നമുക്ക് സഹായം തേടിയിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ വകുപ്പ് തന്നെയാണ് ഇത് നടത്തിയെന്നുള്ളതും നല്ല ആത്മവിശ്വാസമുള്ള ഘടകം. അത് മാറി. അതാണ് ഇപ്പോൾ കേരളം പഴയ കേരളമല്ല, കേരളം ഒരു പുതിയ കേരളമായി. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാവുന്ന ഒരു പുതിയ കേരളമായി മാറി. അതാണ് ഈ സമ്മിറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം.